മരിച്ചവരുടെ നാവാണ് പോലീസ് സർജൻ. ഡോക്ടർ ഷേളി വാസുവിന്റെ വാക്കുകളാണിത്. ഇത് വെറും വാക്കല്ല. തന്റെ ജീവിതത്തിലുടനീളം പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തിയ ശരീരങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചതായിരുന്നു ഷേളി വാസുവിന്റെ ഓരോ റിപ്പോർട്ടുകളും. തെളിയിക്കാനാവാത്ത കേസുകളിൽ പലപ്പോഴും ഡോക്ടർ ഷേളിയുടെ നിഗമനങ്ങൾ പോലീസിന്റെ കച്ചിത്തുരുമ്പായി. അനായാസമായി പ്രതികൾ രക്ഷപ്പെട്ടു പോകുമായിരുന്ന കേസുകളിൽ ഇഴകീറി മുറിച്ച് പരിശോധന നടത്തി ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് മരിച്ചവർക്ക് നീതിയൊരുക്കി ഷേളി വാസു. എത്രയോ മൃതദേഹങ്ങൾ കണ്ട് തഴമ്പിച്ച ഡോക്ടറായിട്ടും ബലാത്സംഗത്തിനിരയായി മരിച്ച നാടോടി ബാലികയുടെ മൃതദേഹം കണ്ട് ഒരമ്മയെപ്പോലെ ഷേളി വാസു പൊട്ടിക്കരഞ്ഞു. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾ, വിവിധ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനിടയിൽ നിന്നെല്ലാം തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച ഫോറൻസിക് സർജന്മാരിൽ ഒരാളാണ് വിടവാങ്ങുന്നത്. കോടതിയിലൊക്കെ പോകേണ്ട കാര്യം വരുമ്പോഴും മാഡത്തിനായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കാറുണ്ട്. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ പേരാണ് ഇപ്പോഴും ആദ്യം എല്ലാവരുടെ മനസ്സിലും വരിക. കാരണം മാഡത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ കേസ് അനാലിസിസൊക്കെ. ഞങ്ങളൊക്കെ ആ രീതി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറ്. മാഡത്തിൻ്റെ ജീവിതം തന്നെ എനിക്ക് തോന്നുന്നത് അത്ര ഇൻവോൾവ് ആയിരിക്കും ഓരോ കേസ് വരുമ്പോഴും. 2017 കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് ലഭിച്ചു. സൗമ്യ കേസടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേളി വാസുവായിരുന്നു. പോസ്റ്റ്മോർട്ടം ടേബിൾ ഡോക്ടർ ഷേളി വാസുവിന്റെ അനുഭവക്കുറിപ്പുകളാണ്. 1992 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി. 1996 ലോകാരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങൾ, ഭീകരാക്രമണങ്ങളിലെ പരിക്കുകൾ ഇവയിൽ ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തി. 2001 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരിക്കെ 2016 വിരമിച്ചത്. ഭർത്താവ് ഡോക്ടർ കെ ബാലകൃഷ്ണൻ, നന്ദന നിതിൻ എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.